എല്ലാവർക്കും ബുക്ക്ലെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10th പ്രിലിംസിൻ്റെ എക്സാം അനാലിസിസ് ആണ്. ഇന്ന് 2026 ഓഗസ്റ്റ് 22-ന് സെക്കൻഡ് ഫേസ്, അതായത് ക്യാൻസൽഡ് എക്സാമിൻ്റെ റീ എക്സാം ആണ് നടത്തിയത്. ഇതോടെ 10th പ്രിലിംസിൻ്റെ എല്ലാ സ്റ്റേജ് എക്സാംസും കഴിഞ്ഞിരിക്കുകയാണ്. 2026 ജൂലൈ 18-നാണ് 10th പ്രിലിംസ് ആരംഭിച്ചത്. 4 ഫേസ് ആയിട്ടായിരുന്നു എക്സാം. ജൂലൈ 18-ന് മോർണിംഗ് ഷിഫ്റ്റ്, ഓഗസ്റ്റ് 1-ന് മോർണിംഗ് ഷിഫ്റ്റും ഉണ്ടായിരുന്നു, ആഫ്റ്റർനൂണും ഉണ്ടായിരുന്നു. പിന്നീട് ഇന്ന് ഓഗസ്റ്റ് 22-ന് മോർണിംഗ് ഷിഫ്റ്റ്. കമ്പനി ബോർഡ് LGS, ബെവ്കോ LD, സ്റ്റോർമാൻ തുടങ്ങിയ തസ്തികകളിലേക്കായിട്ടായിരുന്നു എക്സാം നടന്നിരുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കേരള PSC 10th പ്രിലിംസ് എക്സാമുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് NCERTയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു. കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് PSC ലെവൽ മാറ്റിയ ഒരു എക്സാം ആയിരുന്നു ഈ കഴിഞ്ഞ 10th പ്രിലിംസ്. ഒരു LGS ലെവലിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയാസകരമായി തോന്നിയ പേപ്പറുകളായിരുന്നു 4 ഷിഫ്റ്റിലും ഉണ്ടായിരുന്നത്. എന്നാൽ PSC ഡിഗ്രി പ്രിലിംസിനും 10th മെയിൻസിനുമെല്ലാം പഠിച്ച് ശീലിച്ചവർക്ക് അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതേ ലെവലിലുള്ള ഒരു എക്സാം ആയിരുന്നു 10th പ്രിലിംസ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരള PSCയുടെ സിലബസ് നിങ്ങൾ എടുത്തു വെച്ചിട്ട് അത് ഏത് ലെവൽ എന്നാലോചിക്കാതെ വളരെ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ 10th പ്രിലിംസ് പോലുള്ള ഏറ്റവും ലോവർ ലെവലിലുള്ള എക്സാം പോലും ക്ലിയർ ചെയ്യാൻ സാധിക്കൂ. ഡിഗ്രി മെയിൻസിന് പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നമ്മളിനി 10th പ്രിലിംസിനും പഠിക്കേണ്ടതിരിക്കുന്നു. ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് 10th മെയിൻസ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കൊരു ബ്ലൂ പ്രിൻ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഷിഫ്റ്റ് എക്സാമുകളുടെയും പ്രൊവിഷണൽ ആൻസർ കീ നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഇന്ന് നടന്ന എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ എല്ലാം നാളെ നമ്മളുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, SCERT NCERT ഫുൾ സിലബസ് കവറേജ് ഒരു പാസ്റ്റ് 5 ഇയർ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, അതായത് 10th പ്രിലിംസ് എഴുതാൻ പോകുന്നവർ ഡിഗ്രി ലെവലിലുള്ള എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. 2026 ജൂലൈ 18-ന് മോർണിംഗ് സെക്ഷനിൽ നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് 60 മുതൽ 65 വരെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. 2026 ഓഗസ്റ്റ് 1-ന് മോർണിംഗ് സെക്ഷനിൽ 68 to 75. ഈ 4 എക്സാമിൽ അത്യാവശ്യം എളുപ്പമായിരുന്നുള്ള ഒരു എക്സാം 2026 ഓഗസ്റ്റ് 1-ന് മോർണിംഗ് സെക്ഷനിൽ നടന്ന എക്സാം ആയിരുന്നു. ആദ്യ സെക്ഷനിൽ സ്റ്റേജ് 1-ൽ കുറച്ചധികം NCERT ക്വസ്റ്റ്യൻസ് വന്നു. അപ്പം അത് ഒരു ഏറ്റവും ഫസ്റ്റ് നടക്കുന്ന എക്സാമുകൾ അത്യാവശ്യം ടഫ് ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി മാർക്ക് കുറവാണ് ആൾക്കാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അതിനുശേഷം 2026 ഓഗസ്റ്റ് 1-ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന ആ എക്സാമിൽ വളരെയധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു. അതും അത്യാവശ്യം ടഫായിരുന്നു. 58 മുതൽ 66 വരെയാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫ്. ഇന്ന് 2026 ഓഗസ്റ്റ് 22-ന് നടന്ന ക്യാൻസൽഡ് എക്സാമിന് 64 മുതൽ 69 മാർക്കാണ്. കാരണം മാത്സ് കഴിഞ്ഞ എല്ലാ ഫേസിലും ഈസി ആയിരുന്നു. എന്നാൽ ഈ ഫേസിൽ മാത്രം അത് അത്യാവശ്യം ഒന്ന് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലായിരുന്നു. കാരണം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുപോലെ സയൻസിലെ ക്വസ്റ്റ്യനും കഴിഞ്ഞ 3 ഷിഫ്റ്റുകളിലും സയൻസിലെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എളുപ്പമുള്ള കംപ്ലീറ്റ് SCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇത്തവണ സയൻസിൽ നിന്നും കുറച്ചധികം വ്യത്യസ്തങ്ങളായ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതായത് വളരെ കീ ആയിട്ട് നമ്മൾ സിലബസ് പഠിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്നിരുന്നാലും അത്യാവശ്യം പഠിച്ചു പോയ, പ്രത്യേകിച്ച് ലാസ്റ്റ് ഓഗസ്റ്റ് 22-ന് എഴുതാനിരുന്നവർ ജൂലൈ 18-ന് അവരുടെ സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ എക്സാം ഹാളിലേക്ക് കയറാനിരുന്നവരാണ്. അപ്പോൾ അവർക്ക് കുറച്ചധികം സമയം കിട്ടുകയും 3 ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന് മുൻപുള്ളത് അനലൈസ് ചെയ്ത് പഠിക്കാനും ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്തി പോയവർക്ക് ഒരു 64 മുതൽ 69 വരെ കട്ട് ഓഫിലേക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സമ്മായിട്ട് നോക്കുമ്പോൾ 60 മുതൽ 66 വരെയാണ് കട്ട് ഓഫ് വരാൻ ചാൻസ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കട്ട് ഓഫ് കുറവായിരിക്കും. കാരണം എക്സാം നല്ല ടഫായിരുന്നു. ഒരു 70 എബോവ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ 10th പ്രിലിംസിൻ്റെ കട്ട് ഓഫ്. എന്നാൽ ഇവിടെ
അത്ര ഒരു 70യുടെ അടുത്തൊന്നും എത്താൻ ചാൻസ് ഇല്ല. ഇതിൽ നോർമലൈസേഷൻ കിട്ടാൻ ചാൻസ് ഫസ്റ്റ് ഫേസിലുള്ളവർക്കും തേർഡ് ഫേസിലുള്ളവർക്കും ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഫേസ് ആയിരുന്നു, അതായത് 2026 ഓഗസ്റ്റ് 1 നടന്ന മോർണിംഗ് ഷിഫ്റ്റിൽ നടന്ന എക്സാം ആയിരുന്നു. നല്ല എളുപ്പമായിട്ടുള്ള എക്സാം, അധികം NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസോ അധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും വരാതെ ഈസി ആയിട്ട് 70 എബോ കടക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അത്. ബാക്കി 3 എക്സാംസും ചില വിഷയങ്ങളിൽ PSC ഒന്ന് കടുപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കട്ട് ഓഫ് ആൾക്കാർക്ക് സ്കോർ ചെയ്യാൻ അത്ര കഴിഞ്ഞിട്ടും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഏത് സ്റ്റേജിലായിരുന്നു എക്സാം എഴുതിയത്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന കാര്യം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.